നമ്മൾ ഈ സൈറ്റിൽ എന്തായാലും അതിൽ പണി ഇപ്പോൾ രണ്ടാമത്തെ ദിവസം തുടങ്ങണം. ഇതാ ഫില്ലറുകളൊക്കെ വാർത്തുക്കണു. ഇതാ ഫില്ലറൊക്കെ വാർത്തത് ഇതാണ്. ഇയാളെ നമ്പർ അതിൽ കൊടുക്കേണ്ട. ആവശ്യക്കാരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഇനി ഇവിടെ നമ്മളെ പുതിയ പണിക്കാരാണ്. സൂര്യ എന്താ എന്നിട്ട് ചായ കുടിച്ചിട്ടില്ലേ? ഇതാ നമ്മളെ സൈറ്റിലെ മറ്റേ ഫില്ലറിന്റെ വർക്കുകൾ, അങ്ങനെ അല്ലറ ചില്ലറ സെൻട്രിങ്ങിന്റെ വർക്കുകളൊക്കെ ആരിസ് എടുക്കണത്. ഞാൻ ആരിസിന്റെ നമ്പർ ഇതിൽ കൊടുക്കണ്ട്. അത്ര ആവശ്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളി. അപ്പൊ ആരിസ് എല്ലാവരും എവിടേക്കും പോകില്ലേ? അപ്പൊ ഞാൻ ആരിസിന്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം അങ്ങനത്തെ ഗേറ്റിന്റെ ഒക്കെ വർക്കുകൾ ഉണ്ടെങ്കിൽ ആളെ ഏൽപ്പിച്ചാൽ മതി. ഇല്ല വൃത്തിയിൽ ചെയ്തു തരും ആള്. അവിടെ ഇപ്പൊ റെയിലിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റെയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. റെയിൽ വെച്ചാലേ ഇവിടെ ഫൗണ്ടേഷൻ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഫില്ലറൊക്കെ ഏകദേശം 6 അടി ഹൈറ്റിൽ വാർത്തുക്കണം. അപ്പം ഇന്ന് ഗേറ്റിൽ വന്നിട്ട് റെയിലൊക്കെ ഇതാ പിടിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്യാണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം ഇനി ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. രാജനോട്ട് എന്താ ഉള്ളു ഫില്ലിയാജ്? ഇനി ഇതാ ഇത് 3 പേര് ഫൗണ്ടേഷൻ അത് പൊക്കണം. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കെട്ടും കൂടിയും കൊടുക്കണം. അല്ലെങ്കിൽ മണ്ണൊക്കെ ഇതിൽ വന്ന് ചാടും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ പരിപാടി. ഫ്രണ്ടിൽ ഇത് ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ നമുക്ക് മതിൽ ഇതിൻ്റെ മേലെ കെട്ടാൻ കഴിയുള്ളൂ. 6 അടി ഹൈറ്റിലാണ് ഇപ്പോൾ ഫില്ലറുകളൊക്കെ വാർത്തുക്കുന്നത്. റെയിൽ ഏകദേശം 24 അടി വെച്ചുക്കണം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തെങ്ങിൻ്റെ ഭാഗത്ത് വേറെ കെട്ടും കൊടുക്കണം. കോൺക്രീറ്റിൽ കെട്ടാനാണ്. അല്ലെങ്കിൽ റെയിലുമ്മക്ക് വന്നിട്ട് കച്ചറൊക്കെ ചാടും. അപ്പോൾ ഇത് ഫ്രണ്ടിലെ ഫൗണ്ടേഷൻ ഈ ലെവലൊക്കെ ആയി. ഇനി ഇതിപ്പോൾ മതിലായിട്ട് കെട്ടണം. കുറച്ച് ഭാഗം കൂടിയൊക്കെ കെട്ടാണ്ട്. ഈ സൈഡ് JCB മാന്തിയൊക്കെ പൊട്ടിയതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത്. എന്താ രാജു വന്നിട്ട് സ്ട്രോങ് ഒക്കെ അല്ലേ കോൺക്രീറ്റ്? ഇതാ ഇനി ഇവിടുന്ന് ബാക്കി കൂടിയും കെട്ടാണ്ട്. ഇങ്ങനെ ഇപ്പോൾ ഫൗണ്ടേഷൻ വന്നത് ഇവിടെ മുറ്റം ലെവലായി. ഇതാ അവിടെ ഈ കരിങ്കല്ലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. ഇവിടെ ചെറിയൊരു കെട്ടും കൊടുത്താൽ ചെടിയൊക്കെ വെക്കാം. ഇവിടെ ഇപ്പം ഇങ്ങനെ പറ്റുള്ളൂ. ആ റെയിൽ നന്നായിട്ട് താന്നിട്ടാ പോയിക്കണം. അപ്പം ഇനി ഇവിടെ എക്സ്ട്രാ ഒരു കോൺക്രീറ്റിൽ ഒരു കെട്ട് കൊടുക്കണം റെയിലിൻ്റെ ഉള്ളിലാക്കിയിട്ട്. അപ്പോഴവിടെ വൃത്തിയാവുള്ളൂ. ഈ സൈഡിലെ മതിൽ വാട്ടർ ലെവൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോളൊക്കെ വാട്ടർ ലെവൽ ചെയ്ത് 2 സ്റ്റെപ്പാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഇവിടെ കുറച്ച് വർക്കും കൂടി ഇടുന്നുണ്ട്. ഫൗണ്ടേഷൻ കുറച്ച് ഭാഗം കൂടി ഇടണം. എന്നാലേ അപ്പോൾ ഇത് മതിലായിട്ട് കെട്ടാനും പറ്റുള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ മുറ്റം ലെവലായത് ഫൗണ്ടേഷൻ.